ഹായ് കൂട്ടുകാരെ, ഇന്ന് കുചേല ദിനമാണ്. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ച. തൻ്റെ കൂട്ടുകാരനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോയ സുധാമാവെന്ന ബ്രാഹ്മണന്റെ കഥയാണ് ഇന്നിവിടെ ഞാൻ പറയാൻ പോകുന്നത്. ഭഗവാൻ ശ്രീകൃഷ്ണനും കൂട്ടുകാരനായ സുധാമാവും സാന്ദീപനി മഹർഷി എന്ന മഹർഷിയുടെ ആശ്രമത്തിലാണ് ഗുരുകുല വിദ്യാഭ്യാസം ചെയ്തിരുന്നത്. ആ സമയത്ത് ഒരു ബ്രാഹ്മണ സ്ത്രീ ഭിക്ഷയാചിച്ച് നടക്കുകയും ഒരു പിടി കടല അവർക്ക് ലഭിക്കുകയും ചെയ്തു. അവരത് ഭക്ഷിക്കുന്നതിന് മുമ്പ് സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്ക് വന്നു. അവിടെ അവർ ആ കടല മറന്നു വെച്ചിട്ട് പോയി. ഈ സമയം ബലരാമനും ശ്രീകൃഷ്ണനും സുധാമാവും വിറക് ശേഖരിക്കുവാൻ വേണ്ടി പുറപ്പെട്ടു. സാന്ദീപനി മഹർഷിയുടെ പത്നി ഒരു പിടി കടലയിരിക്കുന്നത് കണ്ട് അതെടുത്ത് സുധാമാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ വിറകൊക്കെ പെറുക്കി തളരുമ്പോൾ ഈ ഒരു കടല 3 പേരും കൂടി ഭക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു. ഗുരുപത്നി പറഞ്ഞതല്ലേ. സുധാമാവ് അത് അനുസരിച്ചു. അങ്ങനെ അവർ വിറക് പെറുക്കാൻ കാട്ടിലേക്ക് പോയി. ശ്രീകൃഷ്ണനും ബലരാമനും വിറകൊക്കെ പെറുക്കി കൂട്ടി കെട്ടുകളാക്കി വെച്ചു. സുധാമാവും പെറുക്കാൻ കൂടി. നല്ലപോലെ പണിയെടുത്തത് കൊണ്ട് സുധാമാവിന് നല്ല വിശപ്പുണ്ടായിരുന്നു. കഴിച്ച് മുഴുവൻ കഴിച്ചു. ശ്രീകൃഷ്ണനും കൊടുത്തില്ല, ബലരാമനും കൊടുത്തില്ല. പിന്നെയാണ് പത്നി പറഞ്ഞ കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വന്നത്. എന്തായാലും കൂടെ വന്നവർക്ക്, വിശപ്പുള്ളവർക്ക് കൊടുക്കാതെ മുഴുവൻ തിന്നില്ലേ, അപ്പം അതിൻ്റെ ശിക്ഷ അനുഭവിച്ചല്ലേ പറ്റൂ. അങ്ങനെ കുറെ കാലം കഴിഞ്ഞു. അവരുടെ വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയായി. ശ്രീകൃഷ്ണൻ ദ്വാരകയിലേക്ക് മടങ്ങി. സുധാമാവ് തൻ്റെ ഭവനത്തിലേക്കും മടങ്ങി. അതായത് ഇന്ന് കാണുന്ന ഗുജറാത്തിലായിരുന്നു കുചേലൻ്റെ വീട്, അഥവാ സുധാമാവിൻ്റെ വീട്. ബ്രാഹ്മണ സ്ത്രീ ശപിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ, ഞാൻ ആ കടല കൊണ്ടുവന്നില്ല. ആരാണോ ആ കടലയെടുത്തത് അവർ ദരിദ്രരായി പോകണം, എനിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തന്നില്ലല്ലോ. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ബ്രാഹ്മണ സ്ത്രീ താമസിച്ചിരുന്നത്. അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണൻ ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിലും ഈ ചെയ്തതിൻ്റെ ശിക്ഷ നമ്മുടെ സുധാമാവ് അനുഭവിക്കണമല്ലോ. അപ്പോൾ പൊതുവേ ഭഗവാൻ എല്ലാവരെയും പരീക്ഷിക്കണ ആളല്ലേ. ഭഗവാൻ ഒന്നും മിണ്ടാതെ ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. ധർമ്മം ജയിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ കർമ്മമേഖലകളിൽ മുഴുകുകയും ചെയ്തു. എന്തായാലും ബ്രാഹ്മണ സ്ത്രീയുടെ ശാപം വലിച്ചു നമ്മുടെ സുധാമാവ് ദരിദ്രനായി. ദരിദ്രനായതുകൊണ്ടാണ് അദ്ദേഹത്തെ കുചേലൻ എന്ന പേരിൽ എല്ലാവരും വിളിച്ചത്. കുചേലൻ എന്ന് പറഞ്ഞാൽ നല്ല വസ്ത്രം ഇല്ലാത്തവൻ. ദരിദ്രനായി. അങ്ങനെ നല്ല വസ്ത്രം പോലും ഇല്ലാത്ത ദരിദ്രനായി മാറി നമ്മുടെ സുധാമാവ്. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ സുധാമാവ് ഒരു കല്യാണമൊക്കെ കഴിച്ചു. കുറേ അധികം മക്കളുണ്ടായി സുധാമാവിന്. അങ്ങനെ ഈ സുധാമാവിന് കഴിയാൻ വഴിയില്ലാണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു, അങ്ങയുടെ സുഹൃത്തല്ലേ ശ്രീകൃഷ്ണ ഭഗവാൻ, ദ്വാരകയിൽ ചെന്നുപോയി അദ്ദേഹത്തെ കാണും, എന്നിട്ട് വല്ലതും സഹായത്തിനായി അഭ്യർത്ഥിക്കൂ. നമുക്ക് കഴിയാനുള്ളത്, നമ്മുടെ കുട്ടികൾക്ക് വിശപ്പല്ലേ, അവർക്ക് കൊടുക്കാനുള്ള ഭക്ഷണവുമായെങ്കിലും വരൂ. സുധാമാവിൻ്റെ ഭാര്യ പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം തൻ്റെ കൂട്ടുകാരനെ കാണാൻ പോവുകയല്ലേ, എന്തെങ്കിലും കൊണ്ടുപോണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ? സുധാമാവ് ഭാര്യയോട് പറഞ്ഞു. അതിനെന്താ, വീട്ടിൽ കുറേ നെല്ലുണ്ട്, അതെല്ലാം കുത്തി ഞാൻ അവലാക്കി തരാം, അത് പൊതിഞ്ഞ് കൊണ്ടുവയ്ക്കോളൂ. അങ്ങനെ ആവട്ടെ. അങ്ങനെ സുധാമാവ് ആ അവൽ പൊതിയുമായി തൻ്റെ കൂട്ടുകാരനായ ശ്രീകൃഷ്ണ ഭഗവാനെ കാണാൻ പോവുകയാണ്. കൊട്ടാരത്തിലെത്തിയപ്പോൾ ഭടന്മാർ കടത്തിവിടുന്നില്ല. കൊട്ടാരത്തിൻ്റെ മുകളിലിരുന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഓടി വരികയാണ്. കൂട്ടുകാരനെ വളരെ കാലം മുമ്പ് കണ്ടതാണ്. കെട്ടിപ്പിടിച്ച് തൻ്റെ സന്തോഷമൊക്കെ അറിയിച്ച് കൂട്ടിക്കൊണ്ടുപോവുകയാണ് ഭഗവാൻ. എന്നിട്ടോ പട്ടുമെത്തയിലിരുത്തി കാലൊക്കെ ശുചിയാക്കി. ഭാര്യയായ രുക്മിണീദേവി ഓടി വന്നു, സ്വീകരിച്ചിരുത്തി. എന്നിട്ട് ആതിഥ്യ മര്യാദ എല്ലാം അങ്ങോട്ട് ചെയ്തു. സന്തോഷമായി കുചേലന്. എങ്ങനെ പറയും കൂട്ടുകാരനോടും ഭാര്യയോടും, ഞാനിങ്ങനെ സഹായത്തിനാണ്, കടം വാങ്ങാനാണ് വന്നതെന്ന്? കുചേലൻ ഒന്നും മിണ്ടാതിരുന്നു. വളരെ നേരമായിട്ടും തൻ്റെ കൂട്ടുകാരന് കൊണ്ടുവന്ന അവിൽ പൊതി കൊടുക്കാൻ സുധാമാവ് കൂട്ടാക്കുന്നില്ല. മടിയാണ്. ഇത്രയും വലിയ കൊട്ടാരത്തിൽ താമസിക്കുന്ന
ഇങ്ങനെ ആഡംബര ജീവിതം ജീവിക്കുന്ന ഈ ഭഗവാന് ഞാൻ എങ്ങനെ ഈ കല്ലുള്ള അവൽപ്പൊതി കൊടുക്കും? മടിച്ചു നിന്നു. തൻ്റെ കഷത്തിലിരിക്കുന്ന അവൽപ്പൊതി കണ്ടതും ഭഗവാൻ ചോദിച്ചു, എന്താണ് നീ അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതൊരു അവൽപ്പൊതിയാണ്, അത് അങ്ങേക്ക് കഴിച്ചാൽ ശരിയാവില്ല, അതിൽ കല്ലുണ്ട്. നിന്റെ ഭാര്യ സ്നേഹപൂർവ്വം തന്നു വിട്ടതല്ലേ, ഇങ്ങോട്ടാ, ഞാൻ കഴിച്ചോളാം. ഒരു പിടി കഴിച്ചു. ഒരു പിടി കഴിച്ചപ്പോൾ തന്നെ കുചേലൻ്റെ വീട്ടിൽ എല്ലാം ശരിയായി. ഇഷ്ടം പോലെ മുതലായി, കൊട്ടാരമായി, ഭാര്യയും മക്കൾക്കൊക്കെ ആഭരണങ്ങളായി, ഇഷ്ടം പോലെ എല്ലാ സാധനങ്ങളും വീട്ടിലായി. മുഴുവൻ കഴിച്ചിരുന്നെങ്കിൽ ശ്രീകൃഷ്ണൻ എന്താവും? ശ്രീകൃഷ്ണൻ പിന്നെ ദരിദ്രനാവും. വേഗം വന്ന് ദേവി അത് തടുത്തു. മതി കഴിച്ചതെന്ന് പറഞ്ഞു. ബാക്കി തിരിച്ച് കുചേലൻ്റെ അടുത്ത് കൊടുത്തില്ല, അവരതവിടെ വെച്ചു. സന്തോഷത്തോടു കൂടിയല്ല കുചേലൻ തിരിച്ചു പോയത്. എന്താ, ചോദിക്കാൻ വന്ന കാര്യം ചോദിച്ചിട്ടില്ല. വീട്ടിൽ ചെന്നാൽ ഭാര്യ ചോദിക്കില്ലേ, എന്തെങ്കിലും കൊണ്ടുവന്നോ ചോദിക്കില്ലേ. ഭയങ്കര സങ്കടമായിട്ടാണ് തിരിച്ചു പോയത്. അവിടെ പോയി നോക്കുമ്പോൾ എന്താ കഥ? കൊട്ടാരമായിരിക്കുന്നു. ഭാര്യയും മക്കളൊക്കെ നല്ല സന്തോഷത്തിൽ ഓടിക്കളിക്കുന്നു. അവരുടെ വയറൊക്കെ നിറഞ്ഞിരിക്കുന്നു. ആപ്പിളുകളും ഓറഞ്ചുകളും ഇങ്ങനെ തട്ടിക്കളിക്കുന്നു മക്കൾ. പണ്ടത്തുള്ളവരൊരു കാര്യം പറയും, ഒരു സാധനവും കളയരുത്. ഇതെന്താ, കുചേലൻ്റെ വീടാണോ എന്ന് ചോദിക്കും. അതിൻ്റെ കാരണം ഇതാണ്, കുചേലൻ്റെ വീട്ടിൽ എല്ലാം ആയപ്പോൾ അവർ ആപ്പിളും ഓറഞ്ചും കൊണ്ടൊക്കെ തട്ടിക്കളിച്ചു. അതുകൊണ്ടാണ് പറയുന്നത് കുചേലൻ്റെ വീടാവരുത് എന്ന്. അതായത് എല്ലാ സാധനങ്ങളും നമ്മൾ അനാവശ്യമായി ചിലവാക്കരുതെന്നാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. തൻ്റെ സൗഹൃദം എന്താണെന്നും അതിൻ്റെ ആഴം എത്രയുണ്ടെന്നും പറഞ്ഞു തരുന്ന ഒരു കഥയാണ് കുചേലൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും കഥ. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് സൗഹൃദത്തിൻ്റെ ആഴമാണ്. സൗഹൃദം, ശരിയായ സൗഹൃദം എന്നാൽ കുചേലനെയും ശ്രീകൃഷ്ണനെയും പോലെ ആയിരിക്കണം എന്നാണ്. കുചേല ദിനത്തിൽ വീടുകളിൽ അവൽ നിവേദ്യം വെച്ച് ഭഗവാന് നേദിക്കാറുണ്ട്. എന്തായാലും കുചേലൻ്റെ, സുദാമാവിൻ്റെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.